ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ്, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് നല്ലൊരു ദിവസമാണ്, ചിങ്ങമാസം. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്നു, കൂടുതൽ ബലവാനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് അപ്രീസിയേഷൻ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തോൽവികളാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സാഹചര്യം മുതലെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് മുതലെടുത്ത് മറ്റുള്ളവർ നിങ്ങളെ പഴിചാരി നിങ്ങളെ അപവാദം പറയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നിരിക്കാം നിങ്ങൾ ഇതുവരെയും കഴിഞ്ഞുകൂടിയിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ എത്രമാത്രം പ്രയത്നിച്ചാലും അതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം. അതിലും നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പാസ്സാവുകയില്ല, ചിലപ്പോൾ പുതിയ കോഴ്സിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി മണി ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്ത ഒരു സാഹചര്യം. ആകപ്പാടെ നിങ്ങൾ ഒരുപാട് പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നത് മാത്രം മെച്ചം. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇത് ഇങ്ങനെ വരാൻ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നിങ്ങൾക്കൊരു മറുപടി കിട്ടാതെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കും, ഇതെന്റെ കർമ്മയാണ്, ഇത് അനുഭവിച്ച് തീർക്കാതെ പറ്റില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ, അല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മറ്റുള്ളവർ. എന്തിന്? നിങ്ങളുടെ കഴിവുകളെ കണ്ടിട്ട്. അതുപോലെ കഴിവുള്ളവരായി നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. മനസ്സിലായോ? അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ ഏഞ്ചലോ ബാലൻസ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നിങ്ങൾ കാണിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഒരു മിതമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം എങ്ങനെയായാലും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും, നിങ്ങൾക്ക് എത്രമാത്രം മറ്റുള്ളവർ നിങ്ങളെ സഹായിച്ചാലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടോ അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോ ഒരിക്കലും നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. തോന്നിയപടി തോന്നിയതുപോലെ പോകുന്ന ഒരു ലൈഫായിരുന്നു നിങ്ങളുടേത്. സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നിങ്ങൾ. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചല്ല, അതിൻ്റെ തന്നെ 4 ഇരട്ടിയിലപ്പുറം നിങ്ങൾക്ക് ചിലവാകുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, ഇതിന് എനിക്ക് കുറച്ചുകൂടി സാമ്പത്തികം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നേരെ ചൊവ്വേ നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും. അതിനായിട്ട് ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മാസത്തെയും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരോട് കൂടി കടം വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ
ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എനിക്കതൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നുവെങ്കിൽ, വരവ് ചെലവുകളെ ഒരേപോലെ തുല്യമാക്കിക്കൊണ്ടൊന്ന് പോകാൻ പറ്റിയിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടല്ലോ ഞാനെന്ന്. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാകുന്നു, അതുപോലെ തന്നെ അവരും കുറേയൊക്കെ ക്ഷമിച്ച് പുറത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ അവരും തയ്യാറാകുന്നു. നിങ്ങളും പരസ്പരം പറഞ്ഞ് അങ്ങനെ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നല്ല പോലെ അടുക്കും ചിട്ടയുമായിട്ട് അതിനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തികഞ്ഞ് കഴിഞ്ഞു പോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങളുടെ വരവും ചെലവും ഒരേപോലെ തുല്യമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, എനിക്ക് ഇങ്ങനെയുള്ള ഇംബാലൻസ് പ്രോബ്ലം ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ജീവിതം തന്നെ സക്സസ് ആയി മാറുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത്. അതിനായി നിങ്ങൾക്കിവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഏഞ്ചലോ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നതാണ്. ഇവിടെ ബാലൻസ് കൊണ്ടുപോകാനും നിങ്ങൾക്ക് അനുഗ്രഹത്തിനായിട്ട് ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് കൈവരിക്കാൻ പഴയ കാര്യങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പല കാര്യങ്ങളിലുമുള്ള ക്ലാരിറ്റി ലഭിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരണം, എന്തുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളിലും പരാജയം വന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഉൾക്കാഴ്ചയുള്ള ആൾക്കാരാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ലിയോ എനർജി കണ്ടില്ലേ? ഇവിടെ ഈ ഒരു ലിയോ എനർജി എന്ന് പറയുന്നത് ഈ ഒരു മാസം ചിങ്ങമാസമല്ലേ, അപ്പോൾ ഈ ഒരു മാസമായാൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ധൈര്യം കിട്ടുന്നു, സ്ട്രെങ്ത് കിട്ടുന്നു. പല കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ മടിച്ചു നിന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉൾഭയം ഉണ്ടായിരിക്കും പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉൾഭയം മാറുന്നുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്തിലേക്ക് വന്നിരിക്കുന്നു, സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. കുറേശ്ശെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് ഇവിടെ. ഈ ഒരു മാറ്റത്തിലാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നത്. അതിനായിട്ടുള്ള ക്ഷമ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവും, അതുപോലെ പരിശീലിച്ചിട്ടുമുണ്ടാവും. പല കാര്യങ്ങളിലും പരീക്ഷിച്ച് നിങ്ങൾ തോൽവിയായി, പക്ഷെ ഇനിയും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ജയത്തിലേക്ക് വരികയാണെന്നാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ചില ആൾക്കാർ വരും. അത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം, നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാനായിരിക്കാം, അത് നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഉള്ള സാഹചര്യം ഒരുക്കി തരുന്നതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ഷമ പാലിക്കാൻ സാധിക്കുന്നു, സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാകുന്നു. മനസ്സിൽ നിന്ന് കുറേയൊക്കെ പകയും വിദ്വേഷവും അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായ എനർജിയെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നു. എന്നിട്ട് വളരെ നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇവിടെ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും തടസ്സങ്ങളുണ്ട് ജീവിതത്തിൽ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികളൊക്കെയുമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ നല്ല രീതിയിൽ മറികടത്ത് മുന്നോട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ല എനർജി ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻസ് ലഭിക്കുന്നതായിട്ട് ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇവിടെയും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ മാൻ ഹോൾഡിങ് എ കോയിൻ ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ സാമ്പത്തികത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു പലരും, അല്ലെങ്കിൽ അതിനെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു വിട്ടുപോകാതെ. നിങ്ങളിൽ നിന്നും സാമ്പത്തികം വിട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു, ഹോൾഡ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? എന്തിനു വേണ്ടിയാണത്? കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി വീണ്ടും നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പല ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ നിങ്ങൾ ഇവിടെ സന്നദ്ധരായിരിക്കുന്നു. കാരണം ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്ട്രെങ്ത് നിങ്ങളെ പലതും നേടാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് നിമിത്തമാണ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല, പലരും നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്ന എനർജി ഉണ്ട് ഇവിടെ. ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട്. ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി എനർജി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മനസ്സിലായി? ലിയോ എനർജി എന്ന് പറയുന്നത് ഇവിടെ അനന്തമായ സാധ്യതകളെ തരുന്നതാണ്. ഈ അനന്തമായ സാധ്യത എന്തിനുള്ളതാണ്? അബണ്ടൻസിൻ്റെതാണ്. ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സാമ്പത്തികമാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം നേടാൻ സാധിക്കും നിങ്ങളെ കൊണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ ജോലി ചെയ്തായാലും വലിയ ജോലികൾ, പ്രമോഷൻ ലഭിച്ചിട്ടായാലും നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. പലർക്കും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇതിനായിട്ട് ഉറ്റുനോക്കിയിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇതിനായിട്ട് കൂടുതലായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മബലം, അതുപോലെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ വിൽ പവർ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നിങ്ങളെ ഇത് കൂടുതലായിട്ട് നേടാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ എന്തുകൊണ്ട് ജീവിതത്തിൽ ഇത്ര പരാജയം വന്നു എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്. അടുത്തായിട്ട് ഗോഡസ് ഓഫ് ദ മൂൺ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രൻ എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളെ തരുന്ന ഒരു ഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുതരുന്നതാണ്. ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ, നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയും ഭയവും ആങ്സൈറ്റിയും, ഞാൻ രക്ഷപ്പെടുമോ, നാളെ എന്താവും എൻ്റെ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള അധമവികാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ പാടേ തുടച്ചു നീക്കുന്നു. പാടേ നിങ്ങളിൽ നിന്നും അത് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ലിയോ സ്ട്രെങ്ത് വന്നിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങളെ പലതും നേടിയെടുക്കാൻ സഹായിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ ഇവിടെയും ഈ ഒരു മൂൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ നല്ല ഒരു മാറ്റത്തിനുള്ള സമയം കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു മാറ്റമാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ വേയിലേക്ക് കടക്കാൻ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നു. അത് അല്ല എങ്കിൽ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, നേരത്തെയൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇനി ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ സ്ട്രെങ്ത് കൈവരിച്ച് ഈ ഒരു മാറ്റത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
നിങ്ങൾ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ വർക്കെല്ലാം നിങ്ങൾക്ക് സഫലമായി കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫുൾ മൂൺ ഡേയ്സിലൊക്കെയും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. വന്നിരിക്കുന്നത് തിങ്കിങ് വുമൺ ആണ്. കണ്ടില്ലേ, ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളിലേക്കും കടക്കാനായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ബുദ്ധിപൂർവ്വം നിങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പലരും. അതുപോലെ തന്നെ ചില വീട്ടമ്മമാരായാലും എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി കൊണ്ടുവരുന്നത്, അതല്ല എങ്കിൽ കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടുന്നത് എങ്ങനെയാണ് എന്ന് സദാസമയം ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി. ഇവിടെയൊക്കെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മുഴുവൻ സമയവും നിങ്ങൾ എന്താണ് ശ്രദ്ധ കൊടുക്കണം. അലസരായിരിക്കാൻ പാടില്ല. മനസ്സിലായി? ചെയ്യുന്ന ജോലിയിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലിയോടൊരു കടപ്പാടുണ്ടാവണം. അതിലേക്ക് കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. അല്ലാതെ വെറുതെ ഞാനിത് ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അതിനോടൊരു കടപ്പാടുണ്ടാവണം. എനിക്ക് എൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധമുണ്ടാവണം. അതുപോലെ തന്നെ പലർക്കും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ഒരു മാറ്റം വരും, വരാതിരിക്കില്ല. ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരും, വരാതിരിക്കില്ല. കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മെനഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും, അല്ലെ? ചിന്തിച്ച് കൽപ്പിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും ചില ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ എങ്ങനെയാണ് സക്സസിലേക്ക് വരുത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് വരുത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം ഒരു നിമിഷം പോലും കളയാൻ പാടില്ല. സമയത്തിന് എല്ലായ്പ്പോഴും വിലയുണ്ട് എന്ന് കരുതണം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. നിങ്ങൾക്ക് ബട്ടർഫ്ലൈയെ പോലെ, കണ്ടില്ലേ, ഈ ബട്ടർഫ്ലൈയെ പോലെ നിങ്ങൾക്കും പാറിപ്പറക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വന്നിരിക്കുന്ന ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ്. ഗാർഡനാണ്, ഗാർഡനും ഗേറ്റും. നിങ്ങൾക്ക് ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗേറ്റ് വക്കിലുണ്ട്. നിങ്ങൾക്ക് മുൻപിൽ, നിങ്ങളുടെ കൺമുൻപിൽ വന്ന് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പലതരത്തിലുള്ള ഭാഗ്യ അവസരങ്ങളും. നിങ്ങളിലേക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം തരാൻ നിങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ വരുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പൂക്കളിൽ ഒക്കെ പാറിപ്പറക്കുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെതായ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു, സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗാർഡനിലെ ചെടികളെ നമ്മൾ എത്രമാത്രം രക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം അതിനെ പരിപാലിക്കുന്നുണ്ടോ, അങ്ങനെയാണ് അത് പൂവിട്ട് വിടരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾ ഏത് വഴിയിലൂടെ വരേണ്ടവരാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശുദ്ധത എപ്പോഴും നിലനിർത്തണം. മാലിന്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയണം. മനസ്സിലായി? മാലിന്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് ഒരു ഐശ്വര്യം വരില്ല. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്ത എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ അത്രമാത്രം നിങ്ങൾ കീഴോട്ട് വന്നുകൊണ്ടേ, നിങ്ങൾ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? പ്രതികാര ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനല്ല. നിങ്ങളാണ് നശിക്കുന്നത്. കാരണം ഉള്ളവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരവരുടെ കാര്യത്തിന് പോകും.
മനസ്സിലായോ? അപ്പോൾ അവർ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ആദ്യം ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അവരോട് പ്രതികാരം ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും അത് പാടില്ല. പ്രതികാര ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും കളയണം. മനസ്സിലായി? എല്ലായ്പ്പോഴും പൂക്കൾ എങ്ങനെയാണ് ഒരു ഗാർഡനിൽ വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നത്, സൗരഭ്യം പരത്തുന്നത്, അതുപോലെയുള്ള ആൾക്കാരാവണം നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനും സന്തോഷം ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി സുഗന്ധം പരത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. കാരണം മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്ത നിങ്ങളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ടോ അവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. അവരെക്കാൾ ഉയർന്ന നിലയിലേക്ക് എനിക്ക് വരണം എന്ന് കരുതിക്കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരോ മാർഗങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ അവരെക്കാളും നിങ്ങളെ പഴി പറഞ്ഞവരെ അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവരുടെ മുൻപിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇവിടെ പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് സൗരഭ്യം പരത്താൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. എവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നത്? മനസ്സിലായോ? ഈ ഒരു സംഭവത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തിലാണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ടും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവരൊക്കെയും അടുത്തുകൂടും. നിങ്ങൾക്കൊരു ഉയർന്ന നില വന്നു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരൊക്കെ നിങ്ങളിലേക്ക് അടുത്തുകൂടും. നിങ്ങളാണ് ശരിയെന്ന് പറയും മറ്റുള്ളവർ. ഈ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാലോ നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ആരോടും ഒരു പ്രതികാര ചിന്ത കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ മറ്റാരും ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു പ്രതികാര ചിന്തയുടെ ഒരു അംശം നിങ്ങളുടെ ഉള്ളിൽ പാടില്ല. നിങ്ങളുടെ ഹൃദയം എപ്പോഴും പരിശുദ്ധമായി നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ തളർച്ച അല്ലെങ്കിൽ വളർച്ച, അല്ലെങ്കിൽ ഒന്നുകിൽ പരാജയം അല്ലെങ്കിൽ വിജയം. ഇതൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തളർന്നു കിടക്കാം. നിങ്ങൾ വിചാരിച്ചാലോ നിങ്ങൾക്ക് വളർന്നു മുന്നോട്ട് പോകാം. നിങ്ങൾ വിചാരിച്ചാലോ പരാജയപ്പെട്ട ഒരു പുറിയുടെ മൂലയിൽ ഇരിക്കാം. അതല്ല, നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് വിജയം വേണമെന്ന് വിചാരിച്ചാലോ വിജയത്തിലേക്ക് കുതിച്ചു ചാടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലാണ് ഇതിനുള്ള ശക്തി ഇരിക്കുന്ന, പവർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഒരു ലിയോയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതിനെ നിങ്ങൾ ഉണർത്തിക്കൊണ്ടുവരണം. മനസ്സിലായോ? അതിനെ നിങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുവരിക. അവിടെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നിരുന്നാൽ കൂടെയോ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു സക്സസിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അപ്പോഴാണ് നിങ്ങളെ കാത്ത് ആൾക്കാർ നിങ്ങളുടെ ഗേറ്റിൽ വന്നു നിൽക്കുന്നത്. അത്രമാത്രം മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ഇതെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ തളർച്ച വേണോ വളർച്ച വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധ്യമാകും. എന്നെയാണ് ശത്രുത. കണ്ടില്ലേ? മറ്റുള്ളവരുടെ ശത്രുത എന്തിനു നമ്മൾ വിലയ്ക്ക് വാങ്ങണം? ഒരിക്കലും മറ്റൊരാളിന്റെ ശത്രുത വിലയ്ക്ക് വാങ്ങാൻ പാടില്ല, വേണ്ട. നമുക്ക് ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഈ ഒരു ശത്രുതയെ നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങണ്ട. നിങ്ങൾക്ക് ആരോടും ശത്രുതയില്ല. ശത്രുത ഉണ്ടെങ്കിൽ അവരോട് മിണ്ടാതിരുന്നാൽ മാത്രം മതിയാവും. മനസ്സിലായി? അവർ നിങ്ങളെ പിന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങളിലെ ദൈവികമായ ആ അംശത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അത് മനസ്സിലാക്കി മുന്നോട്ട് വന്നോളും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്കാരോടും നിങ്ങൾ ഒരു ശത്രുവിനെയും സൃഷ്ടിക്കാൻ പാടില്ല. മനസ്സിലായി? അഥവാ ഇനി ആരെങ്കിലും ശത്രുത നിങ്ങൾക്കുണ്ടോ, ഒരിക്കലും അവരെ ഇനി മൈൻഡ് ചെയ്യാൻ പോവുകയേ വേണ്ട. അപ്പോൾ എത്രമാത്രം ശത്രുക്കൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെയും അവരൊക്കെ മുട്ടുമടക്കി മുന്നോട്ട് പോയിക്കോളും.
കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏത് ശത്രുവിന്റെ മുൻപിലായാലും നിങ്ങൾക്ക് വിജയിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് പഴയതിനേക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കാനും സക്സസിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഓറാണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഇവിടെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. മാൻ ഹോൾഡിങ് കണ്ടില്ല, ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് കടന്നു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അവിടെ ഒരു മടി വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുകയോ ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. പരിശ്രമിച്ച് വരികയാണ് വേണ്ടത്. അവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു. കാരണം അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ബ്രോക്കൺ ഹേർട്ടാണ്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളെ ആലോചിച്ച് നിങ്ങളുടെ ഹൃദയം ബ്രോക്കൺ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടോ, ആരുടെയെങ്കിലും കാര്യം ആലോചിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖം നിമിത്തം നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടാവും അല്ലേ? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ ഏഞ്ചൽസിന്റെ ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു ഹീലിംഗ് വന്നിട്ട് നിങ്ങൾക്ക് പരിപൂർണമായ സൗഖ്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷത്തെ കൊണ്ടുവരാം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നമാണ്, ആരോഗ്യപരമായ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കിത് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നമാണോ, അതുമല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമായിട്ടുള്ള പ്രശ്നമാണോ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ളവരുമായിട്ടുള്ള പ്രശ്നമാണോ, എന്തായാലും ശരി, നിങ്ങൾക്ക് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റാത്തതായ ഒരു വേദനയുമില്ല. മനസ്സിലായി? അത്തരത്തിലുള്ള ചിന്തകളാണെങ്കിൽ പറഞ്ഞില്ലേ, വേണ്ട, നിങ്ങളെ ആരെങ്കിലും ഇനി ഉപേക്ഷിച്ചു പോയാ, നിങ്ങളുടെ പാർട്ട്ണർ, ലവർ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചു പോയോ എങ്കിൽ നിങ്ങൾ വിചാരിക്കണേ, എന്നെ ഉപേക്ഷിച്ച ആളിനെ എനിക്ക് വേണ്ട. എന്നെ അവർ ഇന്ന് ഉപേക്ഷിച്ചുവെങ്കിൽ ഞാൻ ഇന്നലെ അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ദുഃഖം ഇനി ഞാൻ അനുഭവിക്കുകയില്ല. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നോ? കുറച്ചു നേരം കരഞ്ഞു തീർക്കാം. പക്ഷെ ഇന്ന് കരഞ്ഞു തീർക്കണം, ഇന്നുകൊണ്ടത് തീർക്കണം. ഇനി നാളത്തേക്ക് ബാക്കി വെക്കാൻ പാടില്ല. മനസ്സിലായി? നാളെ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് എന്നെ പരാജയപ്പെടുത്തിയവരുടെ മുൻപിൽ വിജയിച്ചു കാണിക്കണം എന്നുള്ള ഒരേ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അഥവാ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്, അതുവഴിയാണ് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മുറിപ്പെട്ടിരിക്കുന്നത് എങ്കിൽ മനസ്സിലായി, അവർക്കുള്ള ഒരു മധുര പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം. വീണ്ടും വീണ്ടും അവർ ചിലപ്പോൾ മെസ്സേജ് അയച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലോ, നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാൻ തൽക്കാലം, പിന്നീട് അവരത് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാൾ ചെയ്യാൻ നിങ്ങൾ അനങ്ങാൻ പോകരുത്. പോയവർ പൊയ്ക്കോട്ടെ, ഇനി എനിക്ക് എൻ്റെ ജീവിതം എന്നുള്ള നിലയിലാവണം ഇനി നിങ്ങൾ ജീവിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത്തരം ഒരു നല്ല സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. മനസ്സിന് നല്ല സന്തോഷം, സംതൃപ്തി ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വിചാരിക്കും, ആഹാ, ഇത്രയേ ഉള്ളായിരുന്നോ കാര്യം എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ തരാനായിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന്റെ സക്സസ് നിങ്ങൾക്ക് സ്വയം നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാനാണ് ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വ്യക്തികൾ വരുന്നത്. മനസ്സിലായോ? ചീറ്റ് ചെയ്തിട്ട് പോകുന്ന വ്യക്തികൾ എന്തിനാ വരുന്നത്? നിങ്ങൾക്ക് നല്ല ഒരു ജന്മം തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തരാൻ വേണ്ടിയാണ്.
പക്ഷെ അത് മനസ്സിലാക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കുറേ പേര് എല്ലാ ദിവസവും കരഞ്ഞു പോവുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒറ്റ ദിവസം മാത്രം കരഞ്ഞു കരഞ്ഞുള്ള കണ്ണുനീർ മുഴുവനും കളയാം. പക്ഷെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ കരയാൻ പാടില്ല. നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കൂ. നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ പരാജയപ്പെടുത്തിയവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെടുന്ന ഒരു സമയം ഉണ്ടാവണം. അതാണ് നിങ്ങൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരാതിരിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായമാണ്. ഇതൊക്കെ മനസ്സിലായോ? ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ഏഞ്ചൽസിന് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുക ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. കണ്ടില്ലേ, നിങ്ങളൊക്കെ ഒരുപാട് പേര് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശ്രദ്ധിക്കൂ. ഉൾവിളികൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകും. മുന്നോട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉൾവിളികളിലൂടെ. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കോംപ്രമൈസ് ചെയ്തു പോകും. കോംപ്രമൈസ് ചെയ്യാവുന്നിടത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോകണം. അതിൻ്റെതായ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെതായ ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് കോംപ്രമൈസ് ചെയ്തു പോകാം. അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാം. അത് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് സന്തോഷം തരും. വരുന്ന ലൈഫിലേക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്ന് കാണുന്നത്. ഇതുപോലെ യു ആർ റെഡി, നിങ്ങൾ റെഡി ആയിരിക്കൂ. ഇതിനെല്ലാം നിങ്ങൾ റെഡിയാണ്. കാരണം ഇത്തരം ഒരു മാറ്റം സ്വീകരിക്കാനേ നിങ്ങൾ ഇപ്പോൾ റെഡിയാണ്. റെഡിയാവൂ. ഇല്ല എങ്കിൽ റെഡിയാവൂ. മനസ്സിലായോ? അപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നിങ്ങൾ കടക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെയോ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യം പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റത്തോടു കൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ ഫിഷിനെ കാണിച്ചിരിക്കുന്ന കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അബണ്ടൻസ് ആണ്. കണ്ടല്ലേ, സാമ്പത്തികത്തിൻ്റെതായ വരവുണ്ട് നിങ്ങൾക്ക്. മറ്റു പല കാര്യങ്ങളും, സമാധാനം, സന്തോഷം, സമൃദ്ധി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ലേ. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും ധാരാളമായിട്ട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലേറെ സന്തോഷം മറ്റെന്താണുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്, ലൈക്ക് ചെയ്യുന്ന കാര്യത്തിലും കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും. മനസ്സിലായോ? സ്പിരിച്വലായിട്ടുള്ള ഇത്തരത്തിലുള്ള റീഡിംഗ് കാണുമ്പോൾ, അങ്ങനെയുള്ള വീഡിയോ നിങ്ങളുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എനർജി നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് വരാനുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.